ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ വിക്ടോറിയയിലെ സോവറിൻ ഹിൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഇതൊരു ഓപ്പൺ മ്യൂസിയമാണ്. 1850കളിൽ എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയയിലെ ഗോൾഡ് റഷ് എറ എന്ന് കാണിക്കുന്ന ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് ഇവിടെ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഓൾമോസ്റ്റ് 3 അവർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പം മൈൻഡ് ടൂറും കൂടെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1850s ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണിത്. 1850s ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിൽ സോവറിൻ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ മൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു. ഇവർ ആ ഒരു മൈനിങ് ടൂറിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരും എത്രമാത്രം ബുദ്ധിമുട്ടും എത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു പണ്ട് ഗോൾഡ് മൈനിങ്. ഗോൾഡ് മൈനിങ്ങിന് വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന പല മെഷീൻസിനും അവർ പറയുന്ന പേര് വിഡോ മേക്കർ എന്നായിരുന്നു. അതായത് ഈ മൈനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു അന്ന്. പണ്ടിവിടെ ആൾക്കാർ വന്ന് ഗോൾഡ് മൈനിങ്ങിന് വേണ്ടി താമസിച്ചിരുന്ന സമയത്ത് ഒരു ചെറിയ ടെൻറ്റിലോ അല്ലെങ്കിൽ വുഡൻ ഹൗസിലൊക്കെയാണ് വളരെ മിനിമലായിട്ടുള്ള സൗകര്യങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ജോലിയും തന്നെ അവർ കൈകൊണ്ടാണ് ഇന്ന് ചെയ്തിരുന്നത്. ഇന്നത്തെ പോലെയുള്ള മിഷനറീസോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ് ഈ സോവറിൻ ഹിൽ. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി കാണുമല്ല, അത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് 1850s ഇവരെങ്ങനെയാണോ ഇവരുടെ ക്ലോത്തിങ് ഒക്കെ ഉണ്ടായിരുന്നത്, ആ സെയിം ക്ലോത്തിങ് ആണ് ഇവിടുത്തെ സ്ത്രീകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അവരെ കാണാനായിട്ട്. ഞാൻ സിനിമയിലൊക്കെ മാത്രമാണ് ഇങ്ങനെ ഉള്ളൊരിത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ലൈവായിട്ട് കണ്ടപ്പം ഒരുപാട് ഇഷ്ടം തോന്നി. പിന്നെ അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. ഈ ഒരു സ്ട്രീറ്റ് എക്സാക്ട്ലി 1850s എങ്ങനെയായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈല്, അതങ്ങനെ തന്നെ അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1850s എങ്ങനെയാണോ ക്യാൻഡിൽ മേക്കിംഗ് നടത്തിയിരുന്നത്, അത് അങ്ങനെ തന്നെ അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് പഴയകാല ഐറ്റംസ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. റേറ്റ്സ് ഒക്കെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഒരു എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡ് പാനിങ് ആണ്. പണ്ട് ഇവിടെ പുഴകളിലും അരുവികളിലൊക്കെ ഒരുപാട് ഗോൾഡ് കിട്ടിയിരുന്നു. അപ്പോൾ ആൾക്കാർ ഒരു പാത്രത്തിലേക്ക് ഈ സോയിൽ മുഴുവനും എടുത്തിട്ടിട്ട് പയ്യെ ആ ഡേർട്ട് മുഴുവനും വാഷ് ചെയ്ത് കളഞ്ഞിട്ട്, അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ഗോൾഡ് ആ പാത്രത്തിൻ്റെ ബോട്ടം ഭാഗത്ത് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗോൾഡ് പണ്ട് കാലത്ത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇവർ സെയിം രീതിയിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അത് അലൗ ചെയ്യുന്നുണ്ട്. ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ടൈനി ആയിട്ടുള്ള ഗോൾഡ് ഫ്ലേക്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ബോട്ടിലൊക്കെ ഇവിടുന്ന് ഇവർ തന്നെ തരും. നമ്മളതിന് എക്സ്ട്രാ പേ ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഗോൾഡ് പാനിങ് ചെയ്ത് നോക്കി, പക്ഷെ ഞങ്ങൾക്കൊന്നും ഇപ്രാവശ്യം കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് പേരവിടെ അറ്റ് എ ടൈം ഗോൾഡ് പാനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ഗോൾഡ് മൈനിങ് ടൂറിന് വേണ്ടിയിട്ട് പോയപ്പം എടുത്തതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡ്. ഇത് റിയൽ ഗോൾഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഡെമോൺസ്ട്രേഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ വളരെ നല്ലൊരു ടൂറായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു, പണ്ട് എങ്ങനെയാണ് അവർ മൈൻ ചെയ്ത് എടുത്തുകൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ ഒത്തിരി ഒരു ഇരുട്ടിൽ കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു. കുറച്ചധികം തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് അവർ പണ്ട് ക്യാൻഡിലൊക്കെ മേക്ക് ചെയ്തിരുന്നതിൻ്റെ രീതികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ചെറിയ ചേർച്ചാണ്. പണ്ട് ആൾക്കാർ ഇങ്ങനെ പള്ളികളിലൊക്കെ പോകുന്ന അതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഇതൊക്കെ കാണുമ്പം മനസ്സിലാവുന്ന പണ്ടത്തെ ലൈഫൊക്കെ എന്തൊരു ഹാർഡായിരുന്നു. എല്ലാം നമ്മൾ ബൈ ഹാൻഡ് ചെയ്യണം. നമുക്കൊരു മിഷണറീസിനോ അങ്ങനത്തെ ഒരു ഹെൽപ്പും ഇല്ല. വളരെ ഡേഞ്ചറായിട്ടുള്ളതും വളരെ ഹാർഡായിട്ടുള്ളൊരു ലൈഫായിരുന്നു പണ്ട് ആൾക്കാരുടെ. ഇതുപോലെ ഇവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നിന്ന് തരും. അപ്പം ഞാനും പോയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ കോസ്റ്റ്യൂം കേട്ടോ. ഇന്നിവിടെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. രാവിലെ ഒരു 12 ഡിഗ്രി ആയിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഒരു 22 ഡിഗ്രി ആയി. പക്ഷേ ഒരുപാട് ചൂടൊക്കെ ഉള്ള സമയത്ത് അവരെങ്ങനെ ഇത്രയും കട്ടിയുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ലോലീസ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയ കാല രീതിയിൽ എങ്ങനെയാണ് അവർ ലോലിപോപ്പൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പാണ്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ എൻ്റെ കയ്യിൽ കാണുന്നത് ഇതാണ് ഗോൾഡ് ഫ്ലേക്സ്. ചില ആൾക്കാർക്ക് ഇത് ഗോൾഡ് പാനിങ് ചെയ്യുമ്പം കിട്ടാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു കുഞ്ഞു കുപ്പിയിൽ അതിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. ഈ കാണുന്നതാണ് ഗോൾഡ് പാനിങ് എന്ന് പറയുന്നത്. ഈ പാത്രത്തിലാണ് നമ്മളത് ചെയ്യുന്നത്.
ഒരുപാട് പേഷ്യൻസും ടൈമും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധിക സമയം ഞങ്ങൾ അവിടെ നിന്നില്ല, കുറച്ച് നേരം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. ഒരുപാട് ഇന്ത്യൻസും ഒരുപാട് മലയാളികളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയതെങ്കിലും ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റിയത്. അത്ര തിരക്കായിരുന്നു. വിക്ടോറിയയിൽ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആണ്, അതിൻ്റെ തിരക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്തും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അകത്ത് കയറാൻ വേണ്ടി. Is it your home? Welcome. Would you like a coffee? Of course. എൻ്റെ ഫ്രണ്ടിൻ്റെ മദർ ഒരു ഷോർട്ട് ബ്രെഡ് കുക്കീസൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊടുത്തു വിട്ടു കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ വളരെ സ്മെല്ലുള്ളൊരു നല്ലൊരു ക്യാൻഡിലും തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓസ്ട്രേലിയൻ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.